ഇനി 1/2 കിലോ സ്രാവ് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കണം. സ്രാവ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച മസാല അരച്ച് ഇതിലേക്ക് ചേർത്ത് മിക്സി ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കും. കറി എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിൽ വെള്ളം ചേർത്ത് ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്ര പുളി വേണമെന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരുപോലെ പുളി വേണ്ടി വരില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ തിളച്ച് എണ്ണ തെളിയുന്ന സമയത്ത് തീ ഓഫ് ചെയ്താൽ മതി. കറി റെഡിയായി. ഇനി കുറച്ച് പയർ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പിടി തേങ്ങയും ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് കടു, കറിവേപ്പില, വറ്റൽമുളക് താളിച്ചൊഴിച്ച് ഇളക്കി യോജിപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഒരു കടായി ചൂടാവുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. 2 പച്ചമുളകും ഇട്ട് ഒരു തക്കാളിയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇരുമീനാണ് ചേർത്ത് കൊടുക്കുന്നത്. കരിമീൻ ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. കരിമീൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകി അതിൻ്റെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച് കൊടുത്ത് അതിലുകൊണ്ട് ഇളക്കണ്ട, ഒന്ന് ചെറുതായി ചുറ്റിച്ചാൽ മതി. ചുറ്റിച്ചിട്ടൊന്ന് തിള വരുന്ന സമയത്ത് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ചേർത്ത്, ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കറി വാങ്ങി വെക്കുക. കുറച്ച് ചിക്കൻ ഫ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. ഇതിനെ തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, പാകത്തിന് റെഡിയായി. ഇങ്ങനെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ. ഒരു പിടി ഉണക്കലരി, കുറച്ച് പാൽ ഒഴിച്ച് പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് നമ്മുടെ പാൽപ്പായസം റെഡിയായി. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.